ഹലോ, അഫിസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീട്ടിൽ ഓർക്കിഡ്സ് വളർത്തുന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയിൽ നല്ല പോട്ടിലൊക്കെ നല്ല രസത്തിൽ ഹാങ് ചെയ്തിടണം. അപ്പോഴാണ് ശരിക്കും അത് കാണാനൊരു രസം ഉണ്ടാവുള്ളൂ. പിന്നെയാണ് ഈ ഒരു സൂത്രപ്പണി ഒപ്പിച്ചാലോ എന്ന് വിചാരിച്ചത്. ഇത് ഉപ്പാടെ പഴയൊരു സ്റ്റാൻഡായിരുന്നു തുണികളിലിട്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ഉറപ്പില്ലാണ്ട് ആടി ഇങ്ങനെ നിന്നായിരുന്നു. അപ്പോൾ ഇത് ആവശ്യമില്ലാണ്ട് മുകളിൽ കൊണ്ടിട്ടായിരുന്നു. അതങ്ങനെ വെറുതെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ മുകളിൽ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇത് എന്തെങ്കിലും ചെടി ഇടാൻ വേണ്ടി തന്നെ ചെയ്യാം. ഞാനപ്പോൾ മനസ്സിൽ കണ്ടത് ഉമ്മ മാനത്ത് കണ്ട്. ഉമ്മ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഇതെടുത്തിട്ട് എന്തെങ്കിലും ഒരു ചെടി ബോട്ടിൽസ് അല്ലെങ്കിൽ ചിരട്ട അങ്ങനെ എന്തെങ്കിലും ഇടാമെന്നുള്ളതാണ് ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോഴും എൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു സംഭവം ചെയ്താലും, കാരണം ഇവിടെ ഓർക്കിഡ് ഹാങ് ചെയ്തിടാനുള്ളൊരു അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം വിചാരിച്ച് തൽക്കാലം ഞാൻ ഇങ്ങനത്തെ ഒരു 2 പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം. എന്നിട്ട് 2 ഓർക്കിഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്നിപ്പോൾ കുറച്ച് ഞാൻ തണ്ടുകളൊക്കെ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സക്സസ് ആവുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് പോട്ട്സൊക്കെ വാങ്ങി നല്ല ഭംഗിയിലൊക്കെ ഇനിയും സെറ്റ് ചെയ്യാം. അപ്പോൾ ആകെ ഉള്ള സംഭവങ്ങൾ തന്നെ നമുക്കൊന്ന് ഹാങ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ തോന്നിയത്. പിന്നെ ഇവിടെ ഓർക്കിഡ് അവിടെ ഇവിടെയും പുറത്ത് മരത്തിലൊക്കെ ഇതാക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്തൊന്ന് ലെവൽ ചെയ്ത് വെക്കണം, നല്ല ഭംഗിയിലൊന്ന് റീപോർട്ട് ചെയ്യണം. അപ്പോൾ റീപോർട്ട് ചെയ്തു എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന പോട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയാണ്, ഓർക്കിഡ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരെണ്ണത്തിന് 20 രൂപ ആണ് റേറ്റ്. ഇതും വേറൊരു തരം ഓർക്കിഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ പറ്റുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്ത്. പിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ മഴ കൊള്ളരുത്, എന്നാൽ അത്യാവശ്യം കുറച്ച് വെയിലും കൊള്ളണം, അങ്ങനത്തെ ഒരു ഏരിയ. മഴ കൊള്ളാൻ പാടില്ല. അപ്പം ഞാൻ ഒരു ഭാഗത്ത് ഇതുമാതിരി കുഴിച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അഫീസ് നോട്ട്ബുക്ക് എന്നുള്ള ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴത്തെ റെഡ് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, പേടിക്കണ്ട. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. ആ 3 ഓപ്ഷൻസിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് ഇനി എന്തൊക്കെ വീഡിയോസ് ഇടുമ്പോഴും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. പക്ഷേ ആ സ്ഥലത്തു നിന്ന് മാറ്റി ഉപ്പ ഈ ഒരു സ്ഥലത്തേക്ക് അത് എന്നെ മാറ്റി സ്ഥാപിച്ച്. കാരണം അതിനൊരു ആട്ടം ഉണ്ടായിരുന്നു എന്നാണല്ലോ സ്റ്റാൻഡിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് താഴൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കണ്ടോ, ഞാൻ അപ്പുറത്താണ് കുഴിച്ചിരുന്നത്. ഇതിനെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചപ്പോൾ അത്യാവശ്യം കാണുകയും ചെയ്യും, നല്ല ഭംഗി ഷോ ഉണ്ടാവും. പിന്നെ ഈ ഓർക്കിഡ് പോട്ട്സുകളൊക്കെ കെട്ടിയിരിക്കണതും ഒരു വയർ വെച്ചിട്ടാണ് കേട്ടോ. വെറുതെ അവിടെ കിടന്നിരുന്ന വയറാണ് മുകളിൽ. ആ വയർ എടുത്തിട്ടാണ് ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇത്തിരി സ്ട്രോങ്ങിലെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ. ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി ഇട്ടിട്ടൊക്കെ കെട്ടി. അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും, നിൽക്കണോടത്തോളം നിൽക്കും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഐഡിയ കൂടിയാണ്. റീയൂസ് ചെയ്യണം നമ്മൾ. വെറുതെ ആവശ്യമില്ലാതെ കിടന്ന ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് എന്തെങ്കിലും ഗാർഡനിൽ ഉപകാരപ്പെടുന്നൊരു വസ്തു ആക്കി മാറ്റാൻ പറ്റി. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. കാരണം കണ്ടില്ലേ, ഷീറ്റിൻ്റെ അടിയിലാണ്. അപ്പം മഴ കൊള്ളൂല, എന്നാൽ അത്യാവശ്യം നമുക്ക് നോട്ടം എത്തുകയും ചെയ്യും, ഒരു ഫ്രണ്ടിലേക്ക് ഒരു വ്യൂ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആയിട്ട് തോന്നി. ഞാനിവിടെ ഈ ഗാർഡൻ ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് മുന്നൊരുക്കങ്ങൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വാങ്ങിയ കുറച്ച് ചെടിയും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇനി അതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട്. ബിഗിനേഴ്സിനൊക്കെ പറ്റിയാണ് കേട്ടോ. കാരണം നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. ഇതിലൊന്നും വലിയ എക്സ്പേർട്ടല്ല, ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കി ചെയ്ത കാര്യങ്ങളായിട്ട് ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു വീഡിയോ ഇട്ടായിരുന്നു, മറ്റേ പഴയ ഭരണി വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഗാർഡൻ പ്ലാന്റർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചിരട്ട ഉണ്ടല്ലോ, ചിരട്ടയിൽ മോസ് ഗാർഡൻ ചെയ്യണ ഒരു വീഡിയോ, അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കണ്ടിട്ട്. പിന്നെ മോസ് ഗാർഡൻ സെറ്റ് ചെയ്യണത് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മോസ് ഗാർഡൻ. ഒന്നുമില്ല, പായൽ വെച്ചിട്ട് നമ്മൾ ചിരട്ടയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഓരോ ഐഡിയകൾ. ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു. കാണാത്തവരത് കണ്ടോക്ക്. ഞാൻ ഈ ഐ കാർഡിലും മുകളിലുള്ള ഐ കാർഡിലും ഈ എൻഡ് സ്ക്രീനിലും കൊടുക്കാം.
ഓക്കെ, അപ്പോൾ ഇതേവരെ ഉണ്ടായ സപ്പോർട്ട് ഇനി എന്നും ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമുക്കൊരു എനർജി. നിങ്ങളുടെ കമൻസ് ഉണ്ടാവണം, അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്